ആരെയോ കാത്തിരിക്കുന്ന പക്ഷി. ഇത് ആപ്പിളാണേ. വിൻ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് ആപ്പിൾ നന്നായിട്ടുണ്ടാവും. ഇത് അന്ന എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ആപ്പിളാണേ. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം തണുപ്പായി കഴിയുമ്പോഴാണ് ഇതിൽ കൂടുതൽ പൂക്കളുണ്ടാവുന്നതും ആപ്പിൾ പിടിക്കുന്നതും. പക്ഷെ കായ്ച്ചയുടെ ശല്യം ഇവനിലുമുണ്ട്. അപ്പം കവറിടണമെന്ന് വിചാരിച്ചു, പക്ഷെ മറന്നുപോയി. ഇതിപ്പോൾ വലുതായതുകൊണ്ട് ഇനിയിപ്പോൾ കവറിട്ടിട്ട് വലിയ കാര്യമില്ല. ഇത് നമ്മുടെ നാട്ടിലെ ചുവന്ന ചീര. ഒരുപാട് ടൈപ്പ് ചീര തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, ചുവന്ന ചീര തന്നെ. ഇത് നമ്മുടെ മങ്കി ടൈൽ എന്ന് പറയുന്ന ചെടിയാണ് നേരത്തെ കണ്ടത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ഞാൻ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ടേ. അത് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുറേ കൂടെ നല്ല രസമുണ്ടാവും. എന്നിട്ടത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ആക്ച്വലി. പിന്നെ ഇത് കൂർക്കയൊക്കെ പറിക്കണ സമയമായി വരുന്നു. ഇവിടെ കോവലൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ തുളസി, നല്ല മണമാണ്. അതിൽ കൂടെ പോകാനേ ഇഷ്ടംപോലെ തേനീച്ചകളെ ആകർഷിക്കും കേട്ടോ. അതെനിക്കറിയില്ലായിരുന്നു ആക്ച്വലി. മാത്രമല്ല ഇതിൻ്റെ താഴെ ഇഷ്ടംപോലെ വിത്തുകൾ വീണ് കിളുത്തിട്ടുണ്ട്. അങ്ങനെ അകലേക്ക് നോക്കിയിരിക്കുന്ന പക്ഷി എൻ്റെ പാദപതന ശബ്ദം കേട്ടിട്ട് പോലും ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ആരെയാവാം കാത്തിരിക്കുന്നത്? ഇത് ബ്ലൂ ജാവ. ഇതിൻ്റെ കളറ് കണ്ടോ? മറ്റുള്ള വാഴക്കൊല്ലയുടെ കളറല്ല അതിന് ബ്ലൂ കളറാണ്. പഴുത്ത് കഴിയുമ്പോൾ പക്ഷേ ലൈറ്റ് യെല്ലോ ആവും കേട്ടോ. അതിനിവിടെ ഐസ്ക്രീം ബനാന എന്നാണ് പറയുന്നത്. ഇന്ന് കുറച്ച് പക്ഷികളെ കണ്ടാലോ? ആദ്യം കണ്ട പക്ഷി അത് കാട്ടുപക്ഷിയാണ്. ഇതും കാട്ടുപക്ഷിയാണ്. ഇതിനെ കൂട്ടിലടച്ചപ്പോൾ ഇത് വീട്ടുപക്ഷിയായി. നമ്മളെപ്പോലെ തന്നെ നാട്ടിലുള്ളപ്പോൾ സ്വദേശി, നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയവൻ പ്രവാസി. ഒരേ മനുഷ്യൻ, രണ്ട് പേരുകൾ. ഒരേ മനുഷ്യൻ, ഒരേ മനുഷ്യർ, ഒരുപാട് മുഖങ്ങൾ. രാവിലെ ചിരിക്കുന്ന മനുഷ്യൻ ഉച്ചയ്ക്ക് കളിയാക്കുന്നു, വൈകിട്ട് കരയുന്നു, കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു, വിഷമിക്കുന്നു, ചിരിക്കുന്നു. എന്തൊക്കെയോ വികാരങ്ങളും വിചാരങ്ങളും ഉള്ളിലേറ്റി ഇങ്ങനെ യാത്രയാവുകയാണ് മനുഷ്യൻ. ഇത് ബേർഡ് കേജിലെ റെയിൻബോ ലോറിക്കിറ്റാണ്. ഇതിൻ്റെ അകത്തുള്ള പക്ഷിയുടെ പേരാണ് റെയിൻബോ ലോറിക്കിറ്റ്. റെയിൻബോ ലോറിക്കിറ്റ് എന്ന് പറയാൻ കാരണം റെയിൻബോയിലുള്ള പോലെ 7 കളറുകൾ ഇവരുടെ ദേഹത്തുണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഇതിൻ്റെ മെയിലിനെയും ഫീമെയിലിനെയും നമുക്കറിയാം.